രക്ഷാപ്രവർത്തനത്തിനായി തെരച്ചിലിനായി എത്തിയ പലരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും അവിടെ നിന്നൊരു മൃതദേഹം കിട്ടി എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നിലവിൽ രഞ്ജിത്തിനെയും മനാഫിനെയും ഉൾപ്പെടെ ഇവിടെ പുറത്ത് തടഞ്ഞ് വെച്ചിരിക്കുകയാണ്. അവരെ അകത്തേക്ക് വിടുന്നില്ല. അതായത് വല്ലാത്ത നിയന്ത്രണങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ വല്ലാത്ത നിയന്ത്രണമുണ്ട്. നിലവിൽ രഞ്ജിത്ത് ആവശ്യപ്പെടുന്നതനുസരിച്ച് പുറത്ത്, അതായത് ഈ പുഴയോട് ഓരത്ത് ഒരു തിരച്ചിൽ വേണം, അതിന് അത്യാധുനിക ഡ്രില്ലിംഗ് മെഷീൻ ഉൾപ്പെടെ വേണം എന്നുള്ളൊരു കാര്യം രഞ്ജിത്ത് ആവശ്യപ്പെടുന്നുണ്ട്. പുഴയിൽ ഈ കരയിൽ ഇപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ്, നിഗമനത്തിൽ തന്നെയാണ് രഞ്ജിത്തും സംഘവും ഉള്ളത്. ഏതായാലും തിരച്ചിൽ നടപടികൾ അവിടെ ആർമി ഉൾപ്പെടെ അവിടേക്ക് പോയിട്ടുണ്ട്, NDRF പോയിട്ടുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ രഞ്ജിത്തും സംഘവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇതിൽ എത്ര ആളുകളെ, ഈ സന്നദ്ധ പ്രവർത്തകരിൽ എത്ര ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ് ഇപ്പോൾ ഈ രഞ്ജിത്തിനെയും സംഘത്തെയും മനാഫിനെയും ഒക്കെ ഇപ്പോൾ ഇവിടെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഒരു മൃതദേഹം അവിടെ കണ്ടെത്തിയിരുന്നു. അതൊരു സ്ത്രീയുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഉള്ള ഒരു സ്ഥിരീകരണമാണ് അവിടെ നിന്ന് വരുന്നത്. ഏതായാലും ഈ സംഘത്തെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നതനുസരിച്ച് പല കാര്യങ്ങളും അവർക്ക് ഒളിക്കാനുണ്ട്. അതിനാലാണ് ഇവരെ പോലീസ് തടയുന്നത് എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ രഞ്ജിത്തിൻ്റെയും മനാഫിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. രാവിലെ മുതൽ കനത്ത മഴ തുടരുന്നുണ്ട്. മുങ്ങൽ വിദഗ്ധരും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ട്. ഏതായാലും അവരെല്ലാം പുഴയിൽ പരിശോധന നടത്തും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടിയുള്ള ഓരോ സംഘങ്ങളായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SDRFിൻ്റെ സംഘം പുറകിൽ നിന്ന് വരുന്നുണ്ട്. അതായത് കർണാടകയിലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസിംഗ് ഫോഴ്സിൻ്റെ സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൂടാതെ അല്പസമയത്തിനകം തന്നെ മറ്റ് സംഘാംഗങ്ങൾ ഇവിടേക്ക് എത്തും. ആർമിയുടെ സംഘം നേരത്തെ തന്നെ ഇവിടെ നിന്ന് അകത്തേക്ക് പോയിരുന്നു. ഏതായാലും വല്ലാത്ത ഒരു ഗുരുതര ആരോപണം തന്നെയാണ് ഇപ്പോൾ ഈ മനാഫ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്. 8ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പല കാര്യങ്ങളും പോലീസിന് ഒളിക്കാനുണ്ട് എന്നുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഏതായാലും ഈ ലോറി ഉടമയെയും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏകോപിപ്പിക്കുന്ന MLAയുടെ പ്രത്യേക താല്പര്യപ്രകാരം, കുടുംബത്തിൻ്റെ താല്പര്യപ്രകാരം എത്തിയ രഞ്ജിത്ത്, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ ഇവിടെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഏതായാലും ഇവിടെയുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പോലീസ് ഫോഴ്സ്, ഇന്നലെ ഇത്രയധികം പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ല, ഇന്ന് കൂടുതൽ പോലീസ് ഫോഴ്സ് ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണുന്നത് SDRFിൻ്റെ വാഹനമാണ്. കർണാടകയിലെ സംസ്ഥാന തലത്തിലുള്ള ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ വാഹനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.